അൽഹംദുലില്ലാ. ഹസന ഉംറ സംഘം നിലവിലുള്ളത് പരിശുദ്ധമായ മക്കയിലെ അവസാനത്തെ ദിവസങ്ങളിലാണ്. ഓരോ ബാച്ചുകളിലും നമ്മൾ 8 ഉംറകൾ വരെ മുടങ്ങാതെ ചെയ്യാറുണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ 16 ബാച്ചുകളിലും തുടരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഇത്തവണയുള്ള ഈ ബാച്ചിൻ്റെയും അവസാനത്തെ ഉംറയാണ്. ഈ ബാച്ചിന് ഇനി പരിശുദ്ധമായ ഹറമിൽ ഇനിയൊരു ഉംറ ഇല്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. 8 ഉംറ എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പറയാറുണ്ട് ബദാഇൻ്റെ തവാഫ് അടക്കമാണ്. ഒരിക്കലുമല്ല. നമ്മൾ 8 ഉംറകൾ തന്നെ ചെയ്യാറുണ്ട്. ആ ഒരു ഉംറയുടെ അവസാനത്തെ ഉംറയ്ക്ക് വേണ്ടി ഞങ്ങൾ മസ്ജിദു ആയിഷയിലേക്കാണ് ഇഹ്റാം ചെയ്തിട്ടുള്ളത്. പള്ളിയിലാണുള്ളത്. ആയിഷ ഉമ്മ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് എന്തെല്ലാം കൊണ്ട് പ്രത്യേകമായി എന്നൊരു സെക്ഷൻ അപ്പം നമ്മൾ ജസ്റ്റ് പറഞ്ഞ് ഒന്ന് ചർച്ച ചെയ്ത് നേരെ ഇൻഷാ അല്ലാഹ് ഇഹ്റാം ചെയ്ത് പോകട്ടെ. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ അവിടുത്തെ അന്നുണ്ടായിരുന്ന ആ സ്വഹാബത്തിനോടും മറ്റു തലമുറകളോടും പറയുകയാണ്, എൻ്റെ ഹബീബ് മറ്റു ഭാര്യമാരൊക്കെ ഉണ്ട് എങ്കിലും എനിക്ക് മാത്രം എൻ്റെ ഹബീബിൽ പ്രത്യേകമായി കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് മാത്രം. അത് ആയിഷ ഉമ്മ തന്നെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തല്ല, ഞാൻ സംശയിക്കാനില്ല. എന്നിട്ട് ആയിഷ ഉമ്മ പറയുകയാണ്, എൻ്റെ ഹബീബിൻ്റെ മറ്റു ഭാര്യമാരെല്ലാവരെയും അപേക്ഷിച്ച് ഞാൻ മാത്രമായിരുന്നു കന്യകയായിക്കൊണ്ട് ഹബീബിൻ്റെ ഭാര്യയായിട്ടുണ്ടായിരുന്നത്. കന്യകയായി വിവാഹം ചെയ്ത് ഖദീജ ഉമ്മ, ഹഫ്സ ഉമ്മ, സൗദ് എല്ലാവരും എന്തായിരുന്നു, മറ്റു മുമ്പ് വിവാഹം മോചിതരായവർ അല്ലെങ്കിൽ വിധവ അങ്ങനെപ്പെട്ടവരായിരുന്നു. ആയിഷ ഉമ്മയെ മാത്രമായിരുന്നു മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കന്യകയായി കൊണ്ട് വിവാഹം ചെയ്ത്. ആയിഷ ഉമ്മ തുടരുകയാണ്, എൻ്റെ ഹബീബും ഞാനും ഒരുമിച്ചിരിക്കുമ്പോൾ മാത്രമായിരുന്നു ഹബീബിന് വഹി ഇറങ്ങിയിരുന്നത്. ഹബീബിന് പലപ്പോഴും വഹി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഹബീബിന്റെ ഭാര്യമാര് ഞാനും എൻ്റെ ഹബീബും ഒരുമിച്ചിരിക്കുമ്പോൾ മാത്രമായിരുന്നു ഹബീബിന് വഹി ഇറങ്ങിയിരുന്നത്. ആലോചിച്ച് നോക്കി, ആയിഷ ഉമ്മക്ക് അള്ളാഹു കൊടുത്ത മഹത്വമല്ലേ. ആയിഷ ഉമ്മ തുടരുകയാണ്, എൻ്റെ ഹബീബും ഞാനും ഒരേ ബാത്റൂമിൽ, ഒരേ കുളിമുറിയിൽ, ഒരേ പാത്രത്തിൽ ഒരുമിച്ച് കുളിച്ചത് ഞാനും എൻ്റെ ഹബീബും മാത്രമായിരുന്നു. ആയിഷ ഉമ്മാന്റെ ഭാഗ്യങ്ങൾ ആലോചിക്കുക. എന്താണ് ആ പറയുന്നത്? മറ്റു ഭാര്യമാരൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് മാത്രമാണ് ആ അവസരം കിട്ടിയിട്ടുള്ളൂ എന്ന് ആയിഷ ഉമ്മ പറയാൻ. ആരംഭപ്പൂവായ തങ്ങളുടെ മറ്റു ഭാര്യമാരിൽപ്പെട്ട ആയിഷ ഉമ്മ വീണ്ടും തുടരുകയാണ്, എൻ്റെ ഹബീബ് എൻ്റെ മുട്ടിൻ്റെയും എൻ്റെ നെഞ്ചിൻ്റെയും ഇടയിൽ കിടന്നുകൊണ്ടായിരുന്നു ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ ഭാഗ്യവും ലഭിച്ചത് ആയിഷ ഉമ്മക്കാണ്. ആയിഷ ഉമ്മ വലിയ മഹതിയാണ്. ആയിഷ ഉമ്മ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വലിയ ഭാഗ്യം ലഭിച്ചവരായിരുന്നു. അങ്ങനെ ആയിഷ ഉമ്മ തുടരുകയാണ്, എന്നെ വിവാഹം ചെയ്യാൻ വേണ്ടി, എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഹബീബ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ രൂപം സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഒരു പൊതിയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നബിയെ, ഇവരെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാനുള്ളതാണെന്നല്ലേ. അങ്ങനെ പറഞ്ഞതും എന്നെക്കുറിച്ച് മാത്രമായിരുന്നു. ആയിഷ ഉമ്മ തുടരുകയാണ്. അവസാനം പറയുന്നു, ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും എൻ്റെയും ഉമിനീരാണ് അവസാനം ഒരുമിച്ച് ചേർന്നത്. അവസാനം ഒരുമിച്ച് ചേർന്നത് എൻ്റെയും ഹബീബിൻ്റെയും ഉമിനീർ മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ, ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ഉമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ സമയത്ത് ഹബീബ് അവസാനമായി മിസ്വാക്ക് ചെയ്തു. ആ മിസ്വാക്ക് പിന്നീട് ആരെ കയ്യിൽ കിട്ടുക? ആയിഷ ഉമ്മാന്റെ അടുത്താണ്. വലിയ ഭാഗ്യം ലഭിച്ചവരായിരുന്നു ആയിഷ ഉമ്മ. ഇങ്ങനെ തുടങ്ങി ആയിഷ ഉമ്മ ഒരുപാട് സെക്ഷൻ പറയുന്നുണ്ട്. എല്ലാം കൂടി പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇന്ന് ഉംറയ്ക്ക് പോകാൻ നേരം വെക്കും. ഞാൻ പറഞ്ഞുകൊണ്ടത് ആയിഷ ഉമ്മയുടെ മഹത്വം എന്നുള്ളത് ചില്ലറ മഹത്വമല്ല. അതാണ് പിന്നെയും നമ്മൾ ആയിഷ പള്ളി വരുമ്പോഴും ആയിഷ മസ്ജിദ് ആയിഷ എന്നുള്ള എന്തുകൊണ്ട് ഒരു പ്രത്യേകതയുള്ള പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹദി അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം ഖൈറിലാക്കി തരുമാറാവട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക ലബ്ബൈക لا شريك لك لبيك
ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി പരിശുദ്ധ ഉംറയെ ഞാൻ കരുതി, അതിനു വേണ്ടി ഇഹ്റാം ചെയ്തു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. എല്ലാവരും നല്ല നിയ്യത്തൊക്കെ. ഇന്നും അവസാനത്തെ ഉംറയാണ്. നാളെ മദീനയിൽ ചെല്ലുമ്പോൾ നമുക്കൊക്കെ റൗള എന്ത് ചെയ്യണം, എളുപ്പത്തിലാവണം. മനസ്സിലായില്ലേ? എല്ലാവരും വെയിറ്റിംഗ് ലിസ്റ്റിലാണല്ലേ. വെയിറ്റിംഗ് ലിസ്റ്റ് കിട്ടും, എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, ഇന്നത്തെ ഉംറ നമ്മളെ മദീനയിൽ എത്തുമ്പോൾ റൗള റാഹത്തിലാവാനും നാളെ സുബഹി കഴിഞ്ഞ് സ്ത്രീക്ക് സഹോദരിമാരെ ഹജ്ജുൽ ഇസ്മായിൽ പോകുന്നുണ്ട്, ഒക്കെ റാഹത്തിലാവൊക്കെ നല്ല നിയ്യത്ത് ചെയ്തു കേട്ടാ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഹസന ഉംറയുടെ 16ാമത് ബാച്ച് 8ാമത് ഉംറക്ക് അവസാനം ഇഹ്റാം ചെയ്തു പരിശുദ്ധ ഹറമിലേക്ക് നടന്നു നീങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നമ്മുടെ ഹസന ഉംറയെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ യാത്രയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നമ്മുടെ വീഡിയോകൾ അയച്ചു കൊടുക്കണേ. പരിശുദ്ധ ഹറമിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്കെല്ലാം ഒരിടം തരാം ഇൻഷാ അല്ലാഹ്.